അങ്ങനെ ഇന്നത്തെ സെഞ്ചുറിയോട് കൂടി കോഹ്ലി കരിയറിലെ 85ാമത്തെ സെഞ്ചുറി നേടി. സച്ചിൻ്റെ 100 സെഞ്ചുറി എന്ന റെക്കോർഡിലേക്ക് എത്താൻ ഇനി വിരാട് കോഹ്ലിക്ക് വെറും 15 സെഞ്ചുറികൾ മാത്രം. അങ്ങനെ ഇന്നത്തെ മാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 71-4 എന്ന സ്ഥിതിയിൽ നിന്ന് ഇന്ത്യ തോക്കുമെന്ന് ഉറപ്പിച്ചൊരു സ്ഥിതിയിൽ നിന്ന് ജയിക്കാൻ പറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തിയ ഒരു ഇന്നിങ്സാണ്. അത് ശരിക്കും പറഞ്ഞാൽ വിരാട് കോഹ്ലി ആങ്കർ ചെയ്ത് നിന്ന ഇന്നിങ്സാണ്. അതിൽ ഹർഷിത് റാണയുടെ ഒരു പങ്ക് പറയാതിരിക്കാൻ വയ്യ. 46 ബോളിൽ 52 റൺസുമായിട്ടൊരു കിടിലൻ ഇന്നിങ്സ് ആയിരുന്നു ഹർഷിത് റാണ ഇന്ന് കളിച്ചത്. അതുപോലെ തന്നെ നിതീഷ് കുമാർ റെഡ്ഡിയും നല്ല സപ്പോർട്ടീവായിട്ട് കളിച്ചു. എന്നിരുന്നാലും നമ്മൾ ലാസ്റ്റ് ന്യൂസിലൻഡുമായിട്ട് ആ ഇന്നിങ്സ് തോറ്റു. അങ്ങനെ ഈ ഇന്നിങ്സിൻ്റെ ജയത്തോടു കൂടി ന്യൂസിലാൻഡിനൊരു 37 വർഷത്തെ ഒരു ഇന്ത്യയിൽ വന്നൊരു മാച്ച് ജയിച്ചിട്ടില്ല എന്നുള്ള ഒരു നാണക്കേട് അവർ മാറ്റി. നീണ്ട 37 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ODI സീരീസ് ന്യൂസിലൻഡ് ജയിക്കുന്നത്. അതും ഡാരിയൽ മിച്ചലിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ്. ലാസ്റ്റ് സെക്കൻഡ് ODIയിൽ സെഞ്ചുറി ആയിരുന്നു, ഈ ODIയിൽ സെഞ്ചുറി. ലാസ്റ്റ് ഇന്ത്യയായിട്ട് കളിച്ച 6 ODIയിൽ 4 സെഞ്ചുറിയാണ് മിച്ചലിനുള്ളത്. 2024 നവംബറിൽ ഇതുപോലെ ന്യൂസിലൻഡ് ഇവിടെ വന്നൊരു ടെസ്റ്റ് സീരീസ് നമ്മളെ തോൽപ്പിച്ചിട്ട് പോയി. അന്ന് നമ്മുടെ കോച്ച് ഗംഭീർ ഭായി ആയിരുന്നു. അതിനുശേഷം സൗത്ത് ആഫ്രിക്ക നമ്മുടെ മണ്ണിൽ വന്ന് നമ്മളൊരു ടെസ്റ്റ് സീരീസ് തോൽപ്പിച്ചിട്ട് പോയി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആ ടെസ്റ്റിന് പിന്നാലെ ന്യൂസിലൻഡ് ഇപ്പോൾ ODI സീരീസ് തോൽപ്പിച്ചു. പിന്നെ ഇതിന് പിന്നാലെ ആരൊക്കെ ഇനി ഇവിടെ വരും, എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കിക്കാണാം.